ഇന്ന് എടപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്ന ഒരു പേരെന്നൊക്കെ പറയുന്നത് ലുലു മാള് അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റൽ എന്നൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു എടപ്പള്ളി ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എടപ്പള്ളിനെ കുറിച്ചുള്ള കുറച്ച് കഥകളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കലൂരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പഴയ കഥകൾ പറഞ്ഞു, അതുപോലെ കാക്കനാടിനെ കുറിച്ച് പറഞ്ഞു. അത് ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാർ ഇത് കണ്ടു. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണ് ഈ പറയുന്ന അമൃത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ ഇരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പണ്ട് രാത്രി കാലങ്ങളിൽ ഈ തവളേനെ പിടിക്കാൻ വേണ്ടി പെട്രോമാക്സ് ലൈറ്റുമായിട്ട് പോയിരുന്ന പാടങ്ങളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം കേട്ടോ. അതേപോലെ നമ്മുടെ ലുലു മാൾ എന്ന് പറയുന്ന പ്രദേശം അതായത് വലിയ ഇതൊന്നും ഇല്ലാതെ തരിശായി കിടന്ന പ്രദേശങ്ങളായിരുന്നു. കുറച്ച് കുടുംബങ്ങളൊക്കെ അവിടെ താമസിച്ചിരുന്നു. സൈഡിലൂടെ ഒഴുകിയിരുന്ന ഈ പറയുന്ന പോലെ എടപ്പള്ളി തോടെന്ന് പറയുന്ന അതിൻ്റെ ഒരു കഥയുണ്ട്. പിന്നെ നമ്മുടെ എടപ്പള്ളി പള്ളി, ക്രിസ്ത്യൻ പള്ളി, അതിപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ്. പണ്ട് അത്രയില്ലായിരുന്ന ചെറിയൊരു പള്ളിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ എടപ്പള്ളി രാജാവിൻ്റെ ആ ഒരു പ്രദേശങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ NH ബൈപ്പാസ് വന്നിരിക്കുന്നത്. അങ്ങനെ എടപ്പള്ളിനെ കുറിച്ച് കുറേ കഥകൾ, കുറച്ച് നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ.